മാഡം, മാഡത്തെ കണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാനിവിടെ കാത്തുനിന്നത്. എന്താ പറഞ്ഞോളൂ. എന്താ ജോണിന് പറയാനുള്ളത്? മാഡം, ഈ കൂട്ടുകൂടുമ്പോഴും വീട്ടിൽ ജോലിക്ക് ആളെ നിർത്തുമ്പോഴും കുറച്ച് മാന്യന്മാരായിട്ടുള്ളവരെ നിർത്തണമെന്ന് പറയുന്നത് വളരെ ശരിയാ. ഇല്ലെങ്കിൽ അവർക്കൊപ്പം നമ്മുടെ മാന്യതയും പോവും. ഇതിപ്പോ എന്നോട് പറയാൻ കാരണം? തെറ്റ് ചെയ്തത് വല്ലവരും ആണെങ്കിലും ഇപ്പൊ മാനം പോയിരിക്കുന്നത് മാഡത്തിന്റെ ആണല്ലോ. എന്നോട് തന്നെ ഈ സംഭവം കണ്ടതിന് ശേഷം എത്ര പേരാണെന്നറിയോ ചോദിച്ചത്? മാഡം ഇവനെ പോലെയുള്ളവരൊക്കെ എങ്ങനെ കൂടെ നിർത്തിയെന്നാണ് ചോദിക്കുന്നത്. പലരും പറയുന്നത് അബദ്ധം പറ്റാം, മാഡത്തെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ജോൺ, നിങ്ങൾ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അവനെ കൂട്ടത്തിൽ കൊണ്ട് നടന്നപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെയൊക്കെ വരൂന്ന്. മാഡം, ദേ ആ വീഡിയോ മാഡം ഒന്ന് കണ്ടു നോക്കിയേ, അപ്പൊ മനസ്സിലാവും. ഒരു പെൺകുട്ടിയെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ആരാണെന്ന് നോക്കിയേ. എന്ത് സാഡിച്ചാണ് മാഡം അവൻ. എന്ത് കാടത്താണ് അവൻ ഈ പെൺകുട്ടിയോട് കാണിച്ചിരിക്കുന്നത്? ഇവനെ പോലുള്ളവരെ എന്ത് ഉറപ്പിലാണ് നമ്മൾ കൂട്ടത്തിൽ കൊണ്ട് നടക്കുന്നത്? ഏത് നേരത്താണ് നമുക്കെതിരെ തിരിയുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ മാഡത്തെ ഇത് കാണിച്ചത് മാഡം ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടിയാ. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നവരുമായി ചെങ്ങാത്തം കൂടുന്നതാണ് നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ സ്വയം നാറും. ഇത് കണ്ടിട്ട് MLA വരെ എന്നെ വിളിച്ചു. ഈ സൈക്കോയുടെ അടുത്ത് നിന്ന് മാഡത്തെ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞു. വളരെ നന്ദിയുണ്ട് ജോൺ, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നതിന്. ഇനി ഞാൻ മാനേജ് ചെയ്തോളാം. സംഗതി ഏറ്റിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇന്നെന്തായാലും ശാരദയുടെ കാര്യങ്ങളെല്ലാം ശാലിനിയോട് തുറന്ന് സംസാരിക്കണം. ഇന്നത്തോടുകൂടി അവളുടെ സംശയങ്ങളെല്ലാം മാറ്റിയെടുക്കണം. ശാലിനി വിഷ്ണുവിനെ വരെ അയാൾ വലയിലാക്കി കഴിഞ്ഞു.